മഴക്കാലമാണ്, പ്രഗ്നന്റ് ആണ്, എന്തെങ്കിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കണോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം മഴക്കാലം ആകുമ്പോൾ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്ഷണമാണ്, അതേപോലെ തന്നെ വെള്ളമാണ്. ഭക്ഷണം നമുക്ക് പ്രഗ്നൻസി നമുക്ക് അറിയാം, എക്സ്ട്രാ കലോറീസും കാര്യങ്ങളും നമ്മൾ എടുക്കും. പക്ഷെ നമ്മൾ മഴക്കാലം ആകുമ്പോൾ പ്രഗ്നൻസിയിൽ മഴക്കാലം പ്രഗ്നന്റ് അല്ലാത്ത ആൾക്കാരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ട്രൈ ചെയ്യുക. ഔട്ട്സൈഡിൽ നിന്നുള്ള ഭക്ഷണം, പുറത്തുനിന്നുള്ള ഭക്ഷണം മാക്സിമം കുറയ്ക്കുക. വെജിറ്റേറിയൻ ഭക്ഷണം കൂടുതൽ ഉൾപ്പെടുത്തിയിട്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ഈ സമയത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്ന അസുഖം ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, ടൈഫോയിഡ്, ഡയറിയ, കുറെ അസുഖങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണ സംബന്ധമായിട്ടും വെള്ള സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതലായി കാണുന്നുണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ ഹോം ഭക്ഷണങ്ങൾ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. വെള്ളം കുടിക്കൽ പ്രഗ്നൻസിയിൽ നമ്മൾ 2 to 3 ലിറ്റേഴ്സ് വെള്ളം നിർബന്ധമായും കുടിക്കണം. പ്രഗ്നന്റ് ആകുമ്പോൾ മഴക്കാലത്ത് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി കുറയും, ദാഹം കുറയും. അപ്പോഴാണ് നമുക്ക് ഡീഹൈഡ്രേഷൻ കാര്യങ്ങളും സംഭവം ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ വെള്ളം കുറവ് സംഭവിക്കുന്നത്. വയറ്റിലുള്ള വെള്ളം കുറഞ്ഞാൽ നമുക്ക് അറിയാലോ, ബേബി ഒരു വെള്ളത്തിന്റെ ഉള്ളിലാണ് കിടക്കുക. അപ്പോൾ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ കുട്ടിക്ക് ഡിസ്ട്രസ്, കുട്ടിക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം കുടിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രഗ്നൻസിയിൽ. അടുത്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ. എല്ലാവർക്കും അറിയണം, നമുക്ക് കൈ കഴുകണം, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കഴിച്ചതിന് ശേഷം കൈ കഴുകണം, കുക്ക് ചെയ്യണതിന്റെ മുന്നേ കൈ കഴുകണം, കുക്ക് ചെയ്ത ശേഷം കൈ കഴുകണം. ഇത് നമുക്ക് അറിയണ കാര്യം തന്നെയാണ്. പ്രഗ്നൻസിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പ്രഗ്നൻസിയിൽ പേഴ്സണൽ ഹൈജീൻ, കുളിക്കണ കാര്യം, വാഷ് ചെയ്യണ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എക്സ്ട്രാ എന്ത് ശ്രദ്ധിക്കണം, നമ്മൾ ഇടുന്ന ഡ്രസ്സ് എപ്പോഴും പ്രഗ്നന്റ് ആകുമ്പോൾ കോട്ടൺ ഡ്രസ്സ് ഇടാൻ പറയുന്ന പോലെ തന്നെ മഴക്കാലത്തും കോട്ടൺ ഡ്രസ്സിലേക്ക് ലൂസ് ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതുപോലെ സ്ലിപ്പേഴ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, മഴക്കാലത്ത് വഴുക്കി വീഴാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ഡോക്ടർ നടക്കാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ലേ എന്നല്ല പറയേണ്ടത്, ശ്രദ്ധിക്കുക നിങ്ങൾ എന്തായാലും. അപ്പൊ സ്ലിപ്പറി അല്ലാത്ത ഫുഡ് വെയർസ് ഇടാനും ശ്രദ്ധിക്കുക. എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഇഞ്ചക്ഷൻസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ പ്രഗ്നന്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ മഴക്കാലം ആകുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയാൻ ടെൻഡൻസി ഉണ്ടാവുമല്ലോ. നമുക്ക് മഴക്കാലത്ത് പ്രത്യേകമായിട്ടുള്ള ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂ വാക്സിൻ ആണ്. പലതരം പനികളും പലതരം വൈറൽ ഫീവറും നമുക്ക് പ്രഗ്നൻസിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഫ്ലൂ വാക്സിൻ എന്ന് പറഞ്ഞിട്ട് സംഭവം 5ാം മാസത്തിലാണ് എടുക്കുക. അപ്പൊ TT ഇഞ്ചക്ഷൻ എടുക്കണം, അതേപോലെ തന്നെ ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് പ്രഗ്നൻസിയിൽ മഴക്കാലത്ത് പ്രത്യേകിച്ചിട്ടും നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ പ്രഗ്നൻസിയിൽ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് പ്രഗ്നൻസിയിൽ നമ്മൾ 3 months മുതൽ പ്രഗ്നൻസിയിൽ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് പറയുന്നതാണ്. അതേപോലെ പനി വരുമ്പോൾ സെൽഫ് ഡയഗ്നോസ് ചെയ്ത് സെൽഫായിട്ട് മരുന്ന് പാരസെറ്റമോളിലെ ഗുളിക എടുത്ത് കഴിക്കരുത്. പലതരം പനികളുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഡോക്ടറിന്റെ പെർമിഷൻ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രം മരുന്ന് കഴിക്കുക. ഓക്കെ. അവസാനമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വെജൈനൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. ഫംഗൽ ഇൻഫെക്ഷൻസ് വളരെയധികം കൂടുതലാണ് നമുക്ക് ഈ മഴക്കാലത്ത്. അപ്പോൾ നമുക്ക് വെജൈനൽ ഹെൽത്ത്, നമുക്ക് ഇറിറ്റേഷൻ, ഇച്ചിങ് അങ്ങനെ സംഭവങ്ങൾ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഡോക്ടറിനെ നിർബന്ധമായിട്ടും കാണിക്കണം. കാരണം നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ പ്രീടേം ഡെലിവറീസ് ഉണ്ടാവാൻ, എന്ന് വെച്ചാൽ മാസം ആവുന്നതിന് മുന്നേ തന്നെ ഡെലിവറി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും വൈറ്റ് ഡിസ്ചാർജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഡോക്ടറിനെ കാണിക്കണം.